ബെന്യു താഴ്വരയിൽ നിന്ന് ഉയരുന്നത് വേദനയുടെ നിലവിളിയെന്ന് നൈജീരിയയിലെ ഗുബോക്കോ കത്തോലിക്ക രൂപതയിലെ ബിഷപ്പ് വില്യം അമോവ് അവന്യ. സമാധാനം സംജാതമാവാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകി നൈജീരിയൻ മെത്രാൻ സമിതി. നൈജീരിയയിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ അതീവ ദുഃഖവും ആശങ്കയും പ്രകടിപ്പിച്ച് നൈജീരിയൻ മെത്രാൻമാർ. സമാധാനം സംജാതമാകാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് നൈജീരിയൻ കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു. ബെന്യു സംസ്ഥാനത്ത് യാതൊരു പ്രകോപനവും കൂടാതെ നടത്തുന്ന അക്രമങ്ങളും നിരപരാധികളെ ഇല്ലായ്മ ചെയ്യുന്നതും അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നൈജീരിയയിലെ ഗൊബോക്കോ കത്തോലിക്ക രൂപതയിലെ ബിഷപ്പ് വില്യം അമോവ് അവന്യ അഭ്യർത്ഥിച്ചു. പ്രദേശത്ത് നിന്ന് ഉയരുന്നത് വേദനയുടെ നിലവിളിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 2 പതിറ്റാണ്ടുകളായി തുടരുന്ന നിരന്തരമായ അക്രമത്തിന്റെയും കുടിയിറക്കത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ഇരുണ്ട ചിത്രമാണ് ബെന്യു താഴ്വരയിലുള്ളതെന്ന് ബിഷപ്പ് അവന്യ പറഞ്ഞു. ഏകദേശം 20 വർഷമായി ബെന്യു സംസ്ഥാനം തുടർച്ചയായ കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും ആയിരക്കണക്കിന് തദ്ദേശീയരെ അവരുടെ പൂർവിക മാതൃസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കുന്നതിനും സാക്ഷ്യം വഹിച്ചു. ഈ പ്രക്രിയയിൽ അവരുടെ ഉപജീവന മാർഗം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടുവെന്നും നൈജീരിയൻ ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരിൽ പലരും ആന്തരികമായി കുടിയിറക്കപ്പെട്ടവരുടെ ക്യാമ്പുകളിൽ ഗുരുതരമായ മനുഷ്യത്വരഹിത സാഹചര്യങ്ങളിൽ താമസിക്കുന്നു. അവരെ പ്രധാനമായും സന്നദ്ധ സംഘടനകളാണ് പരിപാലിക്കുന്നത്. നമുക്ക് വേണ്ടത് സമാധാനമാണ്. എന്നാൽ കുറ്റപ്പെടുത്തൽ വളരെ കാലമായി തുടരുന്നു. പ്രവർത്തിക്കേണ്ട സമയമാണിത്. ഞങ്ങൾ മുമ്പ് പലതവണ കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ തങ്ങളുടെ ഞെരുക്കത്തെക്കുറിച്ച് അവഗണന കാണിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 ആഴ്ച മുമ്പ് ബെന്യു സംസ്ഥാനത്തുണ്ടായ ഭീകരാക്രമണത്തിൽ 200-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. യൽവാദയിൽ കാത്തലിക് മിഷൻ അഭയമൊരുക്കിയവരാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. കൊല്ലപ്പെട്ടവരിലേറെയും ക്രൈസ്തവരാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.